ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും നമുക്കൊരു നാടൻ ഒഴിച്ചുകറിയാണ്. ഇതൊരു നോൺ വെജ് കറിയാണ് കേട്ടോ. വെജിറ്റേറിയൻസ് ക്ഷമിക്കുക, വെജിറ്റേറിയൻസിന് നമ്മൾ വേറെ കറികളൊക്കെ വയ്ക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. ഇന്നിപ്പോൾ നോൺ വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്. അപ്പോൾ ഇത് നല്ല പച്ച മാങ്ങയും അതുപോലെ ഉണക്കമീനും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ പച്ചമാങ്ങ ഉണക്കമീൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പച്ചമാങ്ങയും ഉണക്കമീനും തന്നെ വേണമെന്നില്ല, പച്ചമീൻ ഉപയോഗിച്ചിട്ടും ഈ കറി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 2 മീൻ എടുത്തിട്ടുണ്ട്. 2 മീൻ തൊലിയൊക്കെ മാറ്റി വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഉപ്പൊക്കെ കളഞ്ഞെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയത് വേണം. അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പുളി അനുസരിച്ച് 1-1.5 മാങ്ങ ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പകുതി മാങ്ങ മതിയാവും. പിന്നെ പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഉള്ളി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അരപ്പിലേക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മീനും കൂടി ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. മീനും കൂടി ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ തൊലി മാറ്റിയിരിക്കുന്നത് കൊണ്ട് മാങ്ങ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ മീൻ ചേർത്താൽ മതി. നമ്മൾ തൊലി മാറ്റാത്ത മീനാണെങ്കിൽ മീനും മാങ്ങയും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് ഉണക്കമീനും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ തൊലി മാറ്റുന്ന മീനാണെങ്കിൽ മാത്രം ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ മാങ്ങ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ മീൻ ചേർക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നമ്മളിതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാങ്ങ വേഗം വെന്ത് കിട്ടുമെന്നേ ഉള്ളൂ. പിന്നെ കലങ്ങിപ്പോകുന്ന മാങ്ങയാണെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് മാങ്ങ കുക്ക് ചെയ്യാൻ വയ്ക്കണമെങ്കിൽ. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. ഇനി നമുക്കിത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അരപ്പൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇത് മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചതച്ചിട്ടുള്ള സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. വലിയ പച്ചമുളക് ആയതുകൊണ്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പിന് മഞ്ഞ കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കുക്കായി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് മഞ്ഞ കളർ കുറവാണെങ്കിൽ മാത്രം. ഇതൊരു 2-3 മിനിറ്റ് എടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് കുടംപുളി ചേർത്തും ചെയ്യാം കേട്ടോ. മാങ്ങയ്ക്ക് ഓരോ മാങ്ങ കിട്ടാത്ത സീസൺ ആണെങ്കിൽ കുടംപുളി ചേർത്തിട്ട് ചെയ്യാം. ഒരു 2-3 പീസ് കുടംപുളി, നമ്മൾ മീൻ എടുക്കുന്നതനുസരിച്ച് കുടംപുളിയുടെ എണ്ണം തീരുമാനിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് കുറുകിയിരിക്കുന്ന കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മതി. ഇത് നമുക്ക് പാകത്തിനാണ്. ഇനി മീനൊക്കെ കുക്കായി വന്നു കഴിയുമ്പോൾ വെള്ളം കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. കുടംപുളി ആണെങ്കിൽ ഈ സമയത്ത് തന്നെ കുടംപുളിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കരുത് കേട്ടോ, ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് ചേർക്കരുത്. പച്ചമീനിലും ഈ കറി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്.
ഇനി മാങ്ങയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുടംപുളി ആണെങ്കിൽ കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മാങ്ങ ഹാഫ് കുക്കായി വന്നു കഴിയുമ്പോഴേ നമ്മൾ ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് ഹാഫ് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ മാങ്ങ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ആയി. കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ പുളിയൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മീനൊക്കെ ചേർത്ത് കൊടുക്കാൻ. പുളി കുറവാണെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ കുറച്ചുകൂടി ചേർക്കുക. അല്ലെങ്കിൽ കുടംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ 1-2 പീസും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കുകയാണ്. മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി കുക്കായി കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിരുന്ന് തിളച്ച് കുറുകി കുക്കായി വരട്ടെ. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ എടുക്കാം മീൻ കുക്കായി വരാനായിട്ട്. തിക്കായിട്ടുള്ള മീനാണെങ്കിൽ 9-10 മിനിറ്റ് എടുക്കാം. തിന്നായിട്ടുള്ള മീനാണെങ്കിൽ ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കുക്കായി വരും. അപ്പോൾ ഇനി മീൻ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇട്ട് തിളപ്പിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീനൊന്ന് കുക്കായി വന്നാൽ മതി. മാങ്ങയും മീനും എല്ലാം ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കറി അടച്ചു വയ്ക്കാം. നമുക്ക് ചോറുണ്ണുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം. ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണക്കമീൻ ചേർത്തിട്ടും പച്ചമീൻ ചേർത്തിട്ടും ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി വറവൊന്നും ചേർക്കില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഈ കറി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ഉണക്കമീനാണ് കിട്ടുന്നതെങ്കിൽ ഉണക്കമീൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പച്ചമീനാണ് കിട്ടുന്നതെങ്കിൽ പച്ചമീൻ ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.